കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്. ഞാൻ എപ്പോൾ ലൈവ് എടുക്കുമ്പോഴായാലും സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത്, ഏത് ടോപ്പിക്കാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ കൂടുതൽ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ്. ബേസിക്കായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ഡൗട്ടും കൺഫ്യൂഷനും വരുന്ന ഒരു ഭാഗമാണിത്. എവിടെയാണിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. ഭയങ്കര വലുതായിട്ട് കുഡിൻ്റെ കൂടെ ഹാവ് വന്നു എന്ന് കരുതിയിട്ട് അത്ര ടഫ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കി പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ് എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതെന്ന് പറയുന്നത് പേരിൽ നല്ല സാമ്യം ഉണ്ടെങ്കിലും നല്ല പോലെ ഡിഫറൻസ് ഉണ്ട് എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. 3 കേസിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ കുഡ് ഹാവ് ആയാലും വുഡ് ഹാവ് ആയാലും ഷുഡ് ഹാവ് ആയാലും യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ 3ൻ്റെ കൂടെ നമ്മൾ വേർബ് യൂസ് ചെയ്യുമ്പോൾ V3 ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പം എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അവൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിന് പോയേനെ. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? കല്യാണത്തിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൻ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാണ്. അവൻ വിളിച്ചിരുന്നെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തേനേന്ന്, പോയേനേന്ന് അല്ലേ. അപ്പം അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, അവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്തേനെ എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ യൂസ് ചെയ്യാം? അവൻ വിളിച്ചിരുന്നെങ്കിൽ, എങ്കിലെന്ന് വരുന്നുണ്ട് അല്ലേ. എങ്കിലെന്ന് വരുമ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? ഇഫ് യൂസ് ചെയ്യും. അപ്പം ഇഫ് അവൻ വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഇഫ് അവനാണല്ലേ, ഹീ, വിളിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ കോൾ യൂസ് ചെയ്യും. വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ് യൂസ് ചെയ്യുക? വിളിച്ചിരുന്നെങ്കിൽ. പിന്നെ കല്യാണത്തിനാണല്ലോ, അപ്പം നമുക്ക് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളതിന് കോളിന് പകരം ഇൻവൈറ്റ് യൂസ് ചെയ്യാം. അപ്പം ഇൻവൈറ്റ് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ വിളിച്ചിരുന്നെങ്കിൽ എന്ന് വരുമ്പോൾ ഇഫ് ഹി ഇൻവൈറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ്, പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ്, അവൻ വിളിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഞാൻ കല്യാണത്തിന് പോയേനെ, അല്ലെങ്കിൽ കല്യാണത്തിന് പങ്കെടുത്തേനെ. ഇതെങ്ങനെ പറയും? ഞാൻ കല്യാണത്തിന് പങ്കെടുത്തേനെ, പങ്കെടുത്തേനെ അല്ലെങ്കിൽ പോയേനെ എങ്ങനെയാ പറയാ? ചെയ്തേനെ എന്ന് പറയുമ്പോൾ നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യണം. ഐ വുഡ് ഹാവ് എന്ത് ചെയ്തേനെ? പങ്കെടുത്തേനെ, പോയേനെ. ഐ വുഡ് ഹാവ് അറ്റൻഡഡ്, ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ദ വെഡിങ്. ഇവിടെ മാരേജ് എന്ന് എഴുതരുത്. മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് പറയുന്നത്. വെഡിങ് ആണ് പരിപാടി, സെറിമണി എന്ന് പറയുന്നത് വെഡിങ് ആണ്. അപ്പോൾ ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ദ വെഡിങ്. അതായത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് കല്യാണത്തിന് ക്ഷണിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? പരിപാടിയിൽ പങ്കെടുത്തേനെ. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്തേനെ എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുക. ഇനി എനിക്ക് കല്യാണത്തിന് പോകാമായിരുന്നു, പക്ഷെ എനിക്ക് ക്ഷീണമായിരുന്നു. അതായത് കല്യാണത്തിന് പോകാനുള്ളൊരു അവസരമൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോകണ്ടെന്ന് സ്വയമേ തീരുമാനിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മൾ ചെയ്തില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസ് എങ്ങനെ പറയാം? എനിക്ക് കല്യാണത്തിന് പോകാമായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? പോകാമായിരുന്നു എന്ന് എങ്ങനെ പറയും? കുഡ് ഹാവ് അറ്റൻഡഡ്. ഇവിടെ ഗോണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പോവുക എന്നുള്ളത് ഗോ എന്ന് വെച്ചിട്ട് ഗോണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് പ്രോപ്പർ ഇംഗ്ലീഷ് അല്ല. കല്യാണം ഇതുപോലത്തെ ചടങ്ങിന് ഇവൻറ്റിനൊക്കെ നമ്മൾ മലയാളത്തിൽ പോകാമെന്ന് പറയുകയാണെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ അറ്റൻഡഡ് എന്നാണ് പറയാം, അറ്റൻഡ് എന്നാണ് പറയാം. സോ ഐ കുഡ് ഹാവ് അറ്റൻഡഡ് എന്ന് വെച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ട്? ബട്ട് എന്തായിരുന്നു കാരണം? എനിക്ക് ക്ഷീണമായിരുന്നു. ആയിരുന്നു എന്ന് വന്നതുകൊണ്ട് ഞാനായിരുന്നു. ഐ വാസ് ടയേർഡ്, ക്ഷീണമായിരുന്നു. ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ബട്ട് ഐ വാസ് ടയേർഡ്. ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ദ വെഡിങ് എന്നും കൂടി ആഡ് ചെയ്യാമേ.
ഐ കുഡ് ഹാവ് അറ്റൻഡഡ് ദ വെഡിങ് ബട്ട് ഐ വാസ് ടയർഡ്. എനിക്ക് ക്ഷീണമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന കേസസിൽ നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് നോക്കിക്കേ, ഞാൻ കല്യാണത്തിന് പോകണമായിരുന്നു പക്ഷെ ഞാൻ തിരക്കിലായിരുന്നു. അതായത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു കല്യാണത്തിന് പോകണം എന്നുള്ളത്, പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം തിരക്കിലായിരുന്നു. അങ്ങനെ പറയുന്ന കേസസിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, ഞാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് എന്ന് നമ്മൾ പറയേണ്ട കേസിലാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മൾ പറയുന്ന കേസിലാണ് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മൾ പറയുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ പറയും? ഞാൻ കല്യാണത്തിന് പോകണമായിരുന്നു, ഐ ഷുഡ് ഹാവ് അറ്റൻഡഡ്. ഷുഡ് ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെയ്യണമായിരുന്നു. ഷുഡ് ഹാവ്, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് താഴോട്ട് എഴുതുന്നത്. ഷുഡ് ഹാവ് അറ്റൻഡഡ് ദ വെഡിങ്, പക്ഷേ ഞാൻ പോയില്ല. എന്താ കാരണം? ഞാൻ തിരക്കിലായിരുന്നു. ബട്ട് തിരക്കിലായിരുന്നു എന്ന് എങ്ങനെ പറയും? ബട്ട് ഐ വാസ് ബിസി. ഓക്കെ, ചെയ്യണമായിരുന്നു, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല ഇന്ന കാരണം കൊണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് വുഡ് ഹാവും ഷുഡ് ഹാവും കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്? നോട്ട് ചെയ്തോ, എഴുതിക്കോ. വുഡ് ഹാവ് ചെയ്തേനെ, അങ്ങനെ തന്നെ എഴുതിക്കോ കേട്ടോ. വുഡ് ഹാവ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തേനെ, പക്ഷെ സാഹചര്യം അതിനെതിരായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നേനെ എന്നെങ്ങനെ പറയും? ഇഫ് ഐ ഹാഡ് എ കാർ, എനിക്ക് കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാൻ വന്നേനെ. ഐ വുഡ് ഹാവ് പിക്ഡ് യു അപ്പ് ഫ്രം ദി എയർപോർട്ട്. അതായത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ഇമാജിൻ ചെയ്ത് പറയാം, അങ്ങനത്തെ സാഹചര്യം ഇല്ല, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടോട്ട് എഴുതാം, ചെയ്തേനെ. അപ്പോൾ നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യും. ഇനി എനിക്ക് കല്യാണത്തിന് പോകാമായിരുന്നു പക്ഷെ എനിക്ക് ക്ഷീണമായിരുന്നു. അതായത് വേണമെങ്കിൽ, ഞാൻ വിചാരിച്ചെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല. ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. എന്തോ ഒരു റീസൺ കൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പം ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യത്തിന് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യും. ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യത്തിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് ഹാവ് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് വേണമെങ്കിൽ അവനെ വിളിക്കാമായിരുന്നു പക്ഷെ എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു. അതെങ്ങനെ പറയും? ഐ കുഡ് ഹാവ് കോൾഡ് ഹിം ബട്ട് ഐ വാസ് ആംഗ്രി വിത്ത് ഹിം, അല്ലെങ്കിൽ ആംഗ്രി അറ്റ് ഹിം. വിത്ത് അല്ല, അറ്റ്. ഐ കുഡ് ഹാവ് കോൾഡ് ഹിം ബട്ട് ഐ വാസ് ആംഗ്രി അറ്റ് ഹിം. ഐ കുഡ് ഹാവ് കോൾഡ് എന്ന് വെച്ചാൽ എന്താ? വേണമെങ്കിൽ എനിക്ക് വിളിക്കാമായിരുന്നു. അപ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ കുഡ് ഹാവ് യൂസ് ചെയ്യാം. ഇനി അടുത്ത്, ഞാൻ കല്യാണത്തിന് പോകണമായിരുന്നു പക്ഷെ ഞാൻ തിരക്കിലായിരുന്നു. എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഞാനത് ചെയ്യണമായിരുന്നു, പക്ഷെ എന്തോ റീസൺ കാരണം ഞാൻ ചെയ്തില്ല. റീസൺ പറയണം എന്ന് പോലും ഇല്ല. ഞാൻ പോകണമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല, അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു, ഞാൻ ചെയ്തില്ല. അപ്പൊ ചെയ്യണമായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തില് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഷുഡ് ഹാവ് യൂസ് ചെയ്യണം. ഒരു കാര്യം ഞാൻ ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല, ആ കേസിൽ ഷുഡ് ഹാവ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ അവനെ വിളിക്കണമായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി. അതെങ്ങനെ പറയും? ഞാൻ അവനെ വിളിക്കണമായിരുന്നു, ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം ബട്ട് ഐ ഫൊഗോട്ട്. അത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അവനെ വിളിക്കണം എന്നുള്ളത്, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ മറന്നുപോയി. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഒരു കാര്യം ചെയ്തേനെ എന്ന് പറയുമ്പോൾ വുഡ് ഹാവ്, ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ കുഡ് ഹാവ്, ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ്. ദാറ്റ് സിമ്പിൾ, വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ടഫ് അല്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഇൻ കേസ് ഉണ്ടെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യലിലേക്ക് ഒരു DM അയച്ചാൽ മതി, ഞാൻ അത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നോട്ട് ചെയ്ത് പഠിക്കുക, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് നല്ല സംശയമുണ്ട്, അതിലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്ന് മെൻഷൻ ചെയ്ത്
കോമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചേ പറ്റത്തുള്ളൂ, ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ഒന്നും അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ഗ്രാമറിൽ ഒത്തിരി ഡൗട്ട്സും കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ ചാനലും ഈ വീഡിയോസും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളൊരു ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയാണ് ക്ലാസ് വേണ്ടതെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ലൈവ് വീഡിയോ ക്ലാസ്സസ് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. വാട്സാപ്പ് ക്ലാസ്സസും വേണം, വിളിച്ചും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും രണ്ടും കൂടിയുള്ള കോഴ്സസും അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ IELTS പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, ഡീറ്റെയിൽസ് എല്ലാം നോക്കി നിങ്ങളുടെ ആവശ്യമെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a wonderful day. English Mitra. Stop worrying, start learning.